മല കയറുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ ഇവിടുന്ന് എല്ലാ തവണയും ഒരു തോർത്ത് മേടിക്കും. സമയം രാത്രി 10:50. ഇന്ന് പെസഹ വ്യാഴത്തിൻ്റെ അന്നാണ് മലയാറ്റൂർ മല കയറാൻ പോകുന്നത്. എല്ലാ വർഷവും മുടങ്ങാതെ ഈ ദിവസം ഞാനിവിടെ വരാറുണ്ട്. ഇനിയിപ്പോൾ അത്യാവശ്യം നല്ല എനർജിയിലാണ് പോകുന്നത്. ഇപ്പോൾ മല കയറി തുടങ്ങുമ്പോൾ ഈ ഒരു എനർജി ഒന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഞാൻ കുറച്ചായിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ മലയുടെ അടിവാരത്ത് നമ്മൾ നിൽക്കുന്നത്, മല കയറാൻ പോവുകയാണ് നമ്മൾ. വഴിയിലൊക്കെ ഇങ്ങനെ ഒരുപാട് കച്ചവടക്കാരൊക്കെ ഉണ്ട്. വലിയ വണ്ടിയിൽ വലിയ കുരിശൊക്കെ ആയിട്ട് പോകുന്നുണ്ട് ആളുകൾ. ഇതിപ്പോൾ ഇവിടെ ഇറക്കിയിട്ട് ഇനി ഈ കുരിശ് താങ്ങി മല കയറ്റും. ഇതാണോ മല കയറാൻ വേണ്ടി തുടങ്ങുകയാണ് കേട്ടോ. തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഒരു മുന്നറിയിപ്പ് വെച്ചിട്ടുണ്ട്. ഹൃദ്രോഗികൾ വൈദ്യോപദേശം തേടിയതിനു ശേഷം മാത്രം മല കയറണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമുക്ക് തുടങ്ങാതെ ഇങ്ങനെ കല്ലും മരത്തിൻ്റെ വേരുകളും അതൊക്കെ ആയിരിക്കും കേട്ടോ. ഫുള്ളിനി അങ്ങോട്ട് ഇത് തന്നെ ആയിരിക്കും കണ്ടോ. ഇങ്ങനെ നമ്മൾ കുറേ ഉണ്ട് വലിയ ഉരുളം കല്ലുകൾ കിടക്കുന്നത്. ഇതിങ്ങനെ ചവിട്ടി വേണം നമ്മൾ മുകളിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇത് മൊത്തം എനിക്ക് കാണിക്കാൻ പറ്റുമെന്ന കാര്യത്തിന് എനിക്ക് ഉറപ്പില്ല. എങ്കിലും കാണിക്കാൻ പറ്റുന്ന അത്രയും ഞാൻ കാണിക്കാം. ഇത് തുടക്കമായതുകൊണ്ട് കുറച്ച് സ്ലോപ്പാണെന്നേ ഉള്ളൂ. വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടില്ല. ഇങ്ങനെ മുകളിലോട്ട് ചെല്ലുന്തോറും കല്ലുകളുടെയൊക്കെ എണ്ണം കൂടി വരും. അപ്പുറത്തെ വശത്തു കൂടി ഇറങ്ങുന്ന ആളുകളാണ്. ഓ ഞാനിപ്പോൾ കയറി തുടങ്ങിയപ്പോൾ തന്നെ അണച്ചു തുടങ്ങി. ഒരു കുഞ്ഞു കൊച്ചു മല കയറുക. ഇനി കുറച്ച് ഭാഗം സ്ലോപ്പാട്ടോ. സാധാരണ നമുക്ക് നടക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്ലോപ്പാണ്. അപ്പുറത്തുപ്പുറത്തൊക്കെ കാടാട്ടോ. കാട് ഞാൻ നേരത്തെ പറഞ്ഞ സ്ലോപ്പില്ലേ, ഇത് പതുക്കെ കയറ്റായിക്കൊണ്ടിരിക്കും കേട്ടോ. ഉണ്ടോ? പതുക്കെ നമുക്ക് തന്നെ ഫീലാവും നമ്മൾ മുകളിലോട്ട് കയറുന്നതായിട്ട്. ഈ കാടെന്ന് പറഞ്ഞില്ല അപ്പുറത്തും അതിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ കമ്പി കെട്ടിയിട്ടുണ്ട് കേട്ടോ. അത് കാട്ടാന വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കുട്ടികളൊക്കെ ഓടിപ്പോകുന്നുണ്ട്. അവരൊക്കെ കുറച്ചും കൂടി എനർജറ്റിക് അല്ലേ, അവർക്ക് ഓടാൻ പറ്റും. എനിക്കിപ്പോൾ തന്നെ സംസാരിക്കാനൊന്നും പറ്റുന്നില്ല, ശ്വാസം മുട്ടുന്ന. ഒരു ആംബുലൻസ് കയറി വരുന്നുണ്ട് കേട്ടോ. ഈ മലയുടെ സൈഡിൽ ഇങ്ങനെ സ്ലോപ്പായ സ്ഥലമില്ലേ, ഇത് എവിടെ വരെ എത്തുമെന്ന് അറിയില്ല. ചിലപ്പോൾ എന്തെങ്കിലും മെഡിക്കൽ എമർജൻസി ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും ആംബുലൻസ് വരുന്നത്. ഇതുണ്ടോ, നമ്മൾ ഈ സ്ലോപ്പിനോട് കയറ്റം കയറാൻ പോകും.
ഓ ഇവിടെ വരെ അത് വരുള്ളൂ, ആംബുലൻസ് ഇവിടെ വരെ വരുള്ളൂ. അതന്നെ ആംബുലൻസ് കയറാൻ പറ്റത്തില്ല. ഒരു മെഡിക്കൽ എമർജൻസി ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ആർക്കോ വയ്യാതെ ആയിട്ടുണ്ട്. അപ്പോൾ അതാണ് ആംബുലൻസ് അവിടെ വരെ വന്നത്. ഉണ്ടോ? ആർക്കൊന്നും ആപത്തൊന്നും വരാതിരിക്കട്ടെ. നമുക്ക് മലകയറ്റം തുടങ്ങാം. പുള്ളിക്കാരൻ എത്രയും പെട്ടെന്ന് സുഖമാവട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. വേണ്ട ആ സ്ലോപ്പ്, ഇപ്പോൾ നമ്മൾ ഇത്ര നേരം വന്ന് ചെറിയ സ്ലോപ്പായിരുന്നു. ഇനി അങ്ങോട്ട് തുടങ്ങും കേട്ടോ. എനിക്ക് വീഡിയോയിൽ വലിയ ക്ലാരിറ്റി ഒന്നുമില്ല, എന്നാലും കാണാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. ഇങ്ങനെ ഒരു സ്ലോപ്പ് മുകളിലോട്ട് കിടക്കുക. നമുക്കിങ്ങനെ അങ്ങോട്ട് കയറി പോവാം. ഇനി നമ്മൾ അത്രയും താഴ്ചന്ന കയറി വന്നത്. ഇതാണ് ഇവിടുത്തെ ഒന്നാം സ്ഥലം എന്ന് പറയും. ഒന്നാം സ്ഥലം എന്നോ ഒന്നാം ഇടം എന്നൊക്കെ പറയാം. ഇങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. ഒന്നാം സ്ഥലം, രണ്ടാം സ്ഥലം, മൂന്നാം സ്ഥലം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് മൊത്തം കയറി ചെന്നാലേ നമ്മുടെ മലയുടെ മുകളിലെത്താൻ പറ്റുള്ളൂ. ഇതാണ് ഒന്നാം സ്ഥലം. ഇപ്പോൾ ഇവിടെ ആളുകളൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ് മലകയറ്റം തുടരുന്നത്. നമ്മളിപ്പോൾ ഒന്നാം സ്ഥലം കവർ ചെയ്തു. ഇനി രണ്ടാം സ്ഥലത്തിലേക്കുള്ള യാത്ര. അങ്ങനെ നമ്മൾ രണ്ടാം സ്ഥലത്തെത്തി. നമ്മൾ കയറി വരുന്നത് ഇങ്ങനെയുള്ള കുത്തിനുള്ള കയറ്റമാണ്. കയറുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കില്ല. അങ്ങനെ മൂന്നാം സ്ഥലവും എത്തി. എൻ്റെ ഒപ്പം മല കയറാൻ വന്ന എൻ്റെ കൂട്ടുകാരൊക്കെ എവിടെയൊക്കെ കയറിപ്പോയിട്ടോ. എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഞാനിങ്ങനെ പതുക്കെ കയറത്തുള്ളൂ. എവിടെയൊക്കെ ഇരുന്ന് സമാധാനത്തോടെ ഞാൻ കയറാറുള്ളൂ, ഓടി കയറാറില്ല. അങ്ങനെ നമ്മൾ നാലാം സ്ഥലം എത്തി. അഞ്ചാം സ്ഥലം എത്തി. അഞ്ചാം സ്ഥലം. ആറാം സ്ഥലം. ഏഴാം സ്ഥലം എത്തുന്നതിന് മുമ്പ് കുറച്ച് കണിക്കൊന്ന പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. വിഷു കഴിഞ്ഞ് വന്നാലും കണിക്കൊന്ന പൂത്ത് നിൽക്കുന്നുണ്ട്. ഏഴാം സ്ഥലം. എട്ടാം സ്ഥലം. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഇതേപോലെ കുറേ സ്ഥലങ്ങളുണ്ട്. 15 സ്ഥലങ്ങൾ കഴിയണമെന്ന് തോന്നുന്നു. അതെ, 15 സ്ഥലമായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അത് കഴിഞ്ഞാൽ നമ്മൾ ഡെസ്റ്റിനേഷനിലെത്തുള്ളൂ. 9ാം സ്ഥലം. 10ാം സ്ഥലം. 11ാം സ്ഥലം. 12ാം സ്ഥലം എത്തുന്നു. അയ്യോ. 13ാം സ്ഥലം. 14
14ാം സ്ഥലം. ഓൾമോസ്റ്റ് നമ്മൾ എത്താറായിട്ടുണ്ട്. പതിനാല് സ്ഥലങ്ങളായിട്ടോ കറക്റ്റുള്ളത്, 15 അല്ല. 14 സ്ഥലം കഴിഞ്ഞിട്ട് 15ാമത്തെ സ്ഥലത്താണ് മുത്തപ്പൻ ഇരിക്കണേ. അങ്ങനെ നമ്മൾ മലയുടെ മുകളിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതൊക്കെ ഉണ്ടോ, സെൻറ്റ് മേരീസ് ചർച്ച് തുമ്പാരശ്ശേരി, KC പയ്യൻ. ഇതൊക്കെ ഓരോരുത്തർ ചുമന്ന് മുകളിൽ കയറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, ദൂരം കഷ്ടപ്പെട്ടിട്ടായിരിക്കും, എത്ര പേര് ചേർന്നിട്ടായിരിക്കും ഇത് കയറ്റിണ്ടാവുക. അവിടെയൊക്കെ ഇരിക്കുന്നുണ്ട് കുരിശ് കേട്ടോ, ഇരിക്കുന്നു. ഇതൊക്കെ ചുമന്ന് കൊണ്ടുവന്ന ആൾക്കാർ കയറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് മുത്തപ്പനെ തൊഴുതിട്ട് വരാം. തീർത്ഥാടകർക്ക് അത്യാവശ്യം വേണ്ട ഞാൻ കടലപ്പരിപ്പ് മാത്രം പെറുക്കിയെടുത്തിട്ടാ. ഇന്നത്തെ കുരുമുളക് കൊണ്ട് ഭയങ്കര എരിവായിരിക്കും. മണ്ഡപത്തിൻ്റെ താഴ്ത്തോട്ടൊക്കെ എല്ലാം ഇങ്ങോട്ട് മലയുടെ സ്ഥലങ്ങളാണ്. നമുക്ക് കുറച്ചുകൂടെ റെസ്റ്റൊക്കെ എടുത്തിട്ട് പോകാൻ. ഇവിടെ കാണാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണിക്കുന്നത് നമ്മുടെ വീഡിയോയുടെ ലെങ്ത്ത് കൂടും. അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇത് പഴയ പള്ളിയാണ്. ഇത് പണ്ട് കാട്ടാനയുടെ ശല്യത്തിൽ തകർന്നു എന്നാണ് ചരിത്രം. ആന കുത്തിയ പാടുകളാണെന്നില്ല. ആന കുത്തിയ പള്ളിയുടെ ഫ്രണ്ട് സൈഡാണ്. ഇപ്പോൾ താഴത്തോട്ടൊക്കെ ഇനി ഇറക്കുക. ആളുകളെല്ലാവരും ഇവിടെ റെസ്റ്റ് എടുക്കുന്നുണ്ട്. മല കയറി വന്നിട്ട് നമുക്കും എവിടെയെങ്കിലും റെസ്റ്റ് എടുക്കാം. മലയുടെ ഒത്ത നടുക്കാട്ടോ നമ്മൾ നിൽക്കുന്നത്. നല്ല കാറ്റുണ്ട്. ഇതാണ് പൊന്നും കുരിശ്. മല കയറുന്ന സമയത്ത് പൊന്നും കുരിശ് മുട്ടപ്പോ പൊന്മല കയറ്റം എന്ന് പാടിയിട്ടല്ലേ നമ്മൾ കയറുന്നത്. അങ്ങനെയാട്ടോ, ഞാൻ പറയാൻ വിട്ടുപോയതാണ്. നമുക്ക് അങ്ങനെ പാടിയിട്ട് കയറുമ്പോൾ മല കയറാനായിട്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ മലയാറ്റൂർ യാത്രയുടെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഫോണിൽ ചാർജ് തീരാറായതുകൊണ്ട് മല ഇറങ്ങുന്ന ഇതൊന്നും ഞാൻ എടുക്കുന്നില്ല. ഇത്രയും തന്നെ ഇനി ഇറങ്ങിയിട്ട് വേണം താഴത്തെത്താനായിട്ട്. ഓക്കെ, ബൈ.